ഫ്ലക്സ് ബോർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലീഗ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ മൂന്നോളം ഫ്ലക്സ് ബോർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വി എസിനെ മത്സരിപ്പിക്കണം, വി എസിനെ മുഖ്യമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞതിന് അത്ര ഇല്ലെങ്കിലും ഏതാണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സംഭവത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അതൊക്കെ അവരവരുടെ പാർട്ടികൾ തീരുമാനിക്കട്ടെ. കാരണം ഇതാണ് ഇപ്പോൾ ഭരണത്തിൽ വരാന്നതിന് മുമ്പ് തന്നെ വി ഡി സതീശനാകണമെന്നും അതല്ല രമേശ് ചെന്നിത്തലയാകണമെന്നും അതല്ല സെൻട്രലിൽ നിന്ന് വേണുഗോപാലിനാകണമെന്നുള്ള മത്സരം നമുക്ക് നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമ്മളെല്ലാം കാണുന്നുണ്ട്. ഇപ്പോഴേ കൂട്ടാടി തുടങ്ങി. ഇതെങ്ങാനും ഗ്രഹപ്പഴയ്ക്ക് സംഭവിച്ചു പോയാൽ കത്തിക്കുത്ത് നടക്കും. ഇവിടെ ഒരു ഭരണവും സുഖമായിട്ട് പോകാൻ പോകില്ല. ഈ 2019 ശേഷം ഈ തെക്കൻ മേഖലകളിൽ CPM കുറേ വോട്ടുകൾ നഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളൊക്കെ പല ഭാഗങ്ങൾ നഷ്ടമായിരുന്നു. അതൊക്കെ ഇത്തവണ തിരിച്ചെത്തുമോ CPM? എവിടെയാണ്? ഈ ആലപ്പുഴ, കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ 2019 ശേഷം പല മണ്ഡലങ്ങളിലും കുറെ വോട്ടുകൾ CPM നഷ്ടമായിട്ടുണ്ട്. CPM പലയിടത്തും നഷ്ടമായിട്ടുണ്ട്. ഇനി ആലപ്പുഴയും നഷ്ടമാകും, പലയിടത്തും നഷ്ടമാകും. CPM പറ്റിയൊരു വലിയൊരു പരാജയം എന്ന് പറയുന്നത് ചിലയിടത്തെല്ലാം അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് പരാജയം. മറ്റൊന്ന്, അണികൾ ഒരർപ്പണ മനോഭാവത്തോടുകൂടി ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. ഒരു അലസ മനോഭാവം CPM അണികളിലുണ്ടായിട്ടുണ്ട്. പണ്ട് എനിക്ക് 90 വയസ്സാകാൻ പോവുകയാണ്, 89 കഴിഞ്ഞു ആകുന്നു. ഞാൻ ഒരുപാട് പാർട്ടി പ്രവർത്തനവും പാർട്ടിക്കാരുടെ വിവിധ പാർട്ടികളുടെ പ്രവർത്തനവും കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിത്തട്ടിലുള്ള ആളുകൾ കൂടുതൽ അഗാധമായി ഇറങ്ങി പ്രവർത്തിക്കാൻ, താഴെത്തട്ടിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ വേണ്ടത്ര ആളുകൾ തയ്യാറായിട്ടില്ല എന്നാണ് പലയിടത്തും അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു അലസത. 10 കൊല്ലത്തെ ഭരണം വന്നപ്പോൾ ഇനിയും കിട്ടിക്കൊള്ളും എന്നുള്ള ഒരു ഭാവത്തിൽ അണികൾ പലതും ഒരു അലസഭാവം കാണിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് നാളത്തെ റിസൾട്ട് കാണുമ്പോൾ കാണാം. CPM അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി മാറണം എന്ന് CPM-നകത്ത് പലരും പറഞ്ഞു. അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. നിങ്ങൾ പറഞ്ഞാണ് ആദ്യം ഞാൻ കേൾക്കണത്. ആദ്യം ആവശ്യമില്ലാത്ത ഒരു പറച്ചിലും നിങ്ങളെന്താണ് ഞാൻ കേൾക്കുന്നത്. ഇനിയും ഭരണം ഉണ്ടായാൽ സാക്ഷാൽ പിണറായി തൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം കൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം നല്ലവനാണ്, ശുദ്ധനാണ്, മാന്യനാണ്, മര്യാദക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അണികളിലുള്ളവർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പോരാ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറേ കൂടെ കാര്യക്ഷമവും ജനകീയമായ മുഖത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഭരണപക്ഷത്തിൽപ്പെട്ട മന്ത്രിമാർക്ക് പോലും MLA-മാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് പലപ്പോഴും നീതിയോ മാന്യമോ മര്യാദയോ ആയ സമീപനം കിട്ടിയിട്ടില്ല. പക്ഷേ ഒരിക്കലും പിണറായിയെ സമീപിച്ച് പറയുന്ന ആർക്കും അത് അടുത്തുള്ളവർക്കറിയാം. അകന്നു നിന്ന് പിണറായി അസസ് ചെയ്യണം ഓരോരുത്തർ. അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാരും പിണറായിയെ തള്ളി പറയാൻ സാധിക്കില്ല. അമ്പലപ്പുഴയിൽ ശക്തമായൊരു മത്സരമാണ്. അമ്പലപ്പുഴയിൽ ആര് ജയിക്കുമെന്ന് പറയാൻ നിവർത്തില്ലാത്ത നിലയിൽ സുധാകരൻ സാഹിബിനും ആണ് ഒരു സ്ഥാനാർത്ഥി എതിരായിട്ട് ജനപ്രിയനായിരുന്നു. ഏറെ ആളുകൾക്ക്, ആലപ്പുഴക്കാർക്കെന്നല്ല ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ ജനകീയനായിരുന്നു, ജനപ്രിയനായിരുന്നു.